നമസ്കാരം സുഹൃത്തുക്കളെ, വരൂ കടന്നു വരൂ, കുറച്ച് പഠിക്കാം. ഇവിടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം കഴിഞ്ഞ 3 ഫേസിലെയും 1, 2, 3 3 ഫേസിലെയും 10th പ്രിലിംസിന് കേരള ജോഗ്രഫി എന്ന് ചോദിച്ചേക്കുന്ന ചോദ്യങ്ങളൊന്നും എടുത്ത് നമ്മൾ പരിശോധിക്കുകയാണ്. അപ്പൊ ഏതൊക്കെ പാറ്റേണിലാണ് ചോദ്യം വരുന്നതെന്ന് മനസ്സിലാവും. ഒത്തിരി വെല്ലുവിളികൾ നമുക്ക് ഉണ്ടായിട്ടില്ല, എന്നാലും അടിസ്ഥാന വിവരങ്ങളിൽ നിന്ന് എങ്ങനെ ചോദ്യങ്ങൾ പിക്ക് ചെയ്യുന്നു, നദിയിൽ നിന്ന് എങ്ങനെ ഒരു ചോദ്യം കാണുന്നു, അങ്ങനെ നിങ്ങൾക്ക് ഒരു പാറ്റേൺ മനസ്സിലാവും. നമുക്ക് പെട്ടെന്ന് ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം. ഓടിവാ. അപ്പൊ ഒന്നാമത്തെ ഫേസിലെ ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ഒരു ചോദ്യം, ഇത് വ്യവസായത്തിൽ നിന്നുള്ള ചോദ്യമാണ്. ശരിക്കും പറഞ്ഞാൽ വ്യവസായമല്ല, ഗതാഗതത്തിൽ നിന്നുള്ള ചോദ്യമാണ്. ഇന്ത്യയിലെ ഗതാഗതത്തിൽ നിന്നുള്ളൊരു ചോദ്യമായിട്ട് ഇതിനെ പരിഗണിക്കാം. കേരളത്തിൽ നിന്നുള്ള വേറെ 5 ചോദ്യം ഉണ്ട്, എന്നാൽ പോലും ഈ ചോദ്യം നമുക്ക് വേണം. നോക്കാം. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്, ഇവിടെ ശരിയായിട്ടുള്ളതാണ്. ആദ്യം നമ്മൾ വായിക്കുന്നു, എന്താണ് വേണ്ടത് അത് അണ്ടർലൈൻ ചെയ്യുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത് 2017 ജൂൺ 17 അത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. ആ ഡേറ്റ് എപ്പോഴും പഠിച്ചു വെച്ചോണം, നമുക്ക് വേണ്ടതാണ്. 2, ഇത് നിയന്ത്രിക്കുന്നത് KMRL എന്ന് പറഞ്ഞ സ്ഥാപനമാണ്. KMRL എന്ന് പറഞ്ഞാൽ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് അത്രേ ഉള്ളൂ. KMRL ആണ് ശരിക്കും ചുമതല നടത്തുന്നത്. KMRLന്റെ ഈ സഹായം, ആദ്യം ഇത് പണിയാനൊക്കെ സഹായം നൽകിയത് ഡൽഹി മെട്രോ കോർപ്പറേഷൻ ഒക്കെ ആയിരുന്നു. ഈ ശ്രീധരന്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാതയാണ് കൊച്ചി വാട്ടർ മെട്രോ എന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്, ആ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനയും ശരിയാണ്. കൊച്ചി വാട്ടർ മെട്രോ ആദ്യത്തെ തന്നെ ഇന്ത്യയിലെ വാട്ടർ മെട്രോ സിസ്റ്റം ആണ്. ഒരു മെട്രോയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ജലഗതാഗത സംവിധാനമാണ്. 10 ദ്വീപുകളെ ബന്ധിപ്പിച്ചാണ്. കേരളത്തിലെ എത്ര ദ്വീപുകളെയാണ് കൊച്ചി വാട്ടർ മെട്രോ ബന്ധിപ്പിക്കുന്നത് എന്നുള്ള നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. 10 ദ്വീപുകൾ ഓർത്തിരിക്കുക. കൊച്ചി വാട്ടർ മെട്രോയുടെ ഇതിന്റെ ഭാഗ്യചിഹ്നം കൂടി ഒന്ന് ഓർത്ത് വെച്ചോണം, അതും ചോദ്യം വരാൻ ചാൻസ് ഉള്ളതാണ്. ഇടയ്ക്കൊക്കെ പറയുന്നുള്ളൂ. കൊച്ചി മെട്രോയുടെ ഭാഗ്യചിഹ്നം ആണെങ്കിൽ ആളുടെ പേര് മിലു എന്നാണ്, ഒരു ചെറിയ ആനക്കുട്ടിയാണ്. കൊച്ചി വാട്ടർ മെട്രോ ആണെങ്കിൽ അതിന്റെ ഭാഗ്യചിഹ്നം കൂടി ഓർത്തിരിക്കുക. കൊച്ചി വാട്ടർ മെട്രോയുടെ ഭാഗ്യചിഹ്നം ജംഗു എന്ന് പറയുന്ന ഒരു മത്സ്യമാണ്, ഒരു ഡോൾഫിൻ പോലെ. ജംഗു. ഇത് 2 നമുക്ക് വേണം. ഇനി ഇന്ത്യയിലെ 18ാമത്തെ മെട്രോ റെയിൽവേ ആണ് കൊച്ചി മെട്രോ എന്നാണ് പറഞ്ഞേക്കുന്നത്. 18ാമതൊന്നും വന്നിട്ടില്ല, ഒന്ന് സെറ്റ് ആയിട്ട് വന്നിട്ടൊന്നുമില്ല. 8ാമത്തെയാണ്, ശരിക്കും 8ാമത്തെയാണ്. 18ാമത്തെ എന്ന് പറഞ്ഞേക്കുന്നതാണ് ഇതിലെ തെറ്റ്. അപ്പൊ 1, 2, 3 ഈ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. സി ഓപ്ഷൻ ആണ് കറക്റ്റ് നമുക്ക് പറയാൻ പറ്റുക. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ പടിഞ്ഞാറോട്ടുള്ള നദികളുടെ ഏതെങ്കിലും ഒരു സിമ്പിൾ ചോദ്യം എല്ലാത്തിലും ഉണ്ട്. ഒന്നെങ്കിൽ കിഴക്കോട്ട്, അല്ലെ പടിഞ്ഞാറോട്ട്, വലുത് എന്തെങ്കിലും സാധനം വരും. കേരളത്തിൽ പടിഞ്ഞാറോട്ടുള്ള നദികളുടെ എണ്ണം എത്രയാ? ആകെ 44 നദികൾ, 3 എണ്ണം കിഴക്കോട്ട്. അപ്പൊ പടിഞ്ഞാറോട്ടുള്ള നദികളുടെ എണ്ണം 41, കിഴക്കോട്ട് 3 നമുക്കറിയാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതെന്താ ചോദിക്കണേ ചിലപ്പോ ഒരു തോന്നും. ഓക്കെ, 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല എന്ന് പറഞ്ഞാൽ ഒന്നിലധികം സംസ്ഥാനം. നമുക്ക് ആകെ 2 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തിയുള്ളൂ. കേരളത്തിന് അതിർത്തിയുള്ളത് ഒന്ന് കർണാടകവുമായിട്ടാണ്, മറ്റൊന്ന് തമിഴ്നാടുമായിട്ടാണ്. അപ്പൊ ഈ 2 പേരുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ല കിഴക്ക് ഭാഗത്തുള്ള മലയോര ജില്ലയായിട്ടുള്ള വയനാടാണ്. ഇടുക്കി ജില്ല അതുപോലെ തന്നെയാണ്. മലയോര ജില്ലയായ ഏകദേശം വടക്ക് ഈ ഭാഗത്ത് വരുമ്പോഴാണ് 2 പേരുമായിട്ട് അതിർത്തി പങ്കിടാൻ ചാൻസ് ഉള്ളൂ. ഇതാണ് ശരിക്കും ഇവിടെ ഞാൻ അടയാളപ്പെടുത്തിയാൽ ഈ ഭാഗം, ഈ വരയുടെ താഴെയുള്ളത് തമിഴ്നാട്, ഈ വരയുടെ മേളിലുള്ളത് കർണാടക. ഇതാണ് അതിർത്തി ലൈനായിട്ട് പരിഗണിക്കുക. ആ അതിർത്തി ലൈനിന്റെ താഴെ ഈ ഭാഗം നിങ്ങൾ നോക്കിയേ, തമിഴ്നാട്ടിലാണ്, അല്ലെങ്കിൽ അതിർത്തി പങ്കിടുന്നത് വയനാടിന്റെ ഈ ഭാഗം കർണാടകമായിട്ടാണ്. ഏത് വന്യജീവി സങ്കേതമാണ് 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നത്? അങ്ങനെ ചോദിച്ചാലോ, ഏത് വന്യജീവി സങ്കേതം 2 സംസ്ഥാനങ്ങളുമായി കേരളത്തിൽ അതിർത്തി പങ്കിടുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും വയനാട് വന്യജീവി സങ്കേതമാണ്. വയനാട് വന്യജീവി സങ്കേതം വേണം, മുത്തങ്ങ വന്യജീവി സങ്കേതം വേണം നമുക്ക് പറയാനായിട്ട്. വയനാടിന്റെ തന്നെ മറ്റൊരു പേരാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം. ക്ലിയർ ആണല്ലോ? ഇനി ഇങ്ങനെ ചോദ്യം ചോദിക്കുക, ഏതൊക്കെ ജില്ലകളാണ് ഒറ്റ ജില്ലയായിട്ട് മാത്രം അതിർത്തി പങ്കിടുക? ഏതൊക്കെ ജില്ലകളാണ് ഒറ്റ ജില്ലയായിട്ട് മാത്രം അതിർത്തി പങ്കിടുക? അങ്ങനെ ചോദിച്ചാലോ, തിരുവനന്തപുരം കൊല്ലമായിട്ട് മാത്രമേ അതിർത്തിയുള്ളൂ, കാസർഗോഡ് കണ്ണൂരായിട്ട് മാത്രമേ അതിർത്തിയുള്ളൂ. ഇത് ഒറ്റ ജില്ലയായിട്ട് മാത്രം അതിർത്തിയുള്ള ആൾക്കാരാണ്. വെറുതെ നമുക്ക് നോക്കാം, ഇതിൽ കർണാടകവുമായിട്ട് അതിർത്തിയുള്ള ജില്ലകൾ എത്രയാന്ന് ചോദിച്ചാൽ കർണാടകവുമായിട്ട് അതിർത്തിയുള്ള ജില്ലകൾ 3 എണ്ണമാണ്. തമിഴ്നാടുമായിട്ട് അതിർത്തിയുള്ള ജില്ലകൾ എത്രയാ? തമിഴ്നാടുമായിട്ട് അതിർത്തിയുള്ള ജില്ലകൾ എത്രയാണ്? 9 എണ്ണമാണ്. തീരദേശമുള്ള ജില്ലകളുടെ എണ്ണം 9. തമിഴ്നാടുമായി അതിർത്തിയുള്ള ജില്ലകളുടെ എണ്ണം 9. ഇന്ത്യയിൽ സമുദ്രതീരമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം 9. ഓർത്തിരിക്കുക. വലിയ ജില്ല എല്ലാവർക്കും അറിയാം, ഇടുക്കി ചോദ്യം വരാം. ചെറിയ ജില്ല ആലപ്പുഴ എല്ലാവർക്കും അറിയാം, ചോദ്യം വരാം. തീരദേശമുള്ളത് 9 എണ്ണം. ഏറ്റവും കൂടുതൽ തീരദേശമുള്ള നമ്മുടെ ജില്ല കണ്ണൂരാണ്. ഏറ്റവും കുറവ് തീരദേശമുള്ളത് കൊല്ലം ജില്ലയാണ്. കേരളത്തിന്റെ ഏറ്റവും അടുത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാ? കേരളത്തിന്റെ ഏറ്റവും അടുത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ് ആണോ, ആൻഡമാൻ ആണോ, അങ്ങനെ വല്ലതൊക്കെ ആണോ? അല്ല.
ഈ കണ്ണൂരിന്റെയും കോഴിക്കോടിന്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു പ്രദേശം ഉണ്ട്, അതിന്റെ പേര് മാഹി എന്നാണ്. മാഹി ഏത് കേന്ദ്രഭരണ പ്രദേശത്തിന്റെ കീഴിലാണെന്ന് ചോദിച്ചാൽ പുതുച്ചേരിയുടെ കീഴിലാണ്. അപ്പൊ കേരളത്തിനോട് ഏറ്റവും അടുത്തുള്ള കേന്ദ്രഭരണ പ്രദേശം അത് പുതുച്ചേരി ആകുന്നു. അങ്ങനെ വേണം പറയാനായിട്ട്. അപ്പൊ അടിസ്ഥാന വിവരങ്ങളിൽ നിന്ന് ചോദ്യം ചെറുപറ വരുന്നതാണ്, വന്നാൽ ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാ? പള്ളിവാസലാണ്. അപ്പൊ ഇത് കുറെ കാര്യങ്ങൾ മാറിപ്പോവാതെ നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കേണ്ടതാണ്. കേരളത്തിലെ ഫസ്റ്റ് ജലവൈദ്യുത പദ്ധതി അതിന്റെ പേര് പള്ളിവാസൽ. ഫസ്റ്റ് ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. ഓക്കെ. രണ്ടാമത് വന്നത് ഏതാ? രണ്ടാമത് വന്നതാണ് ഓപ്ഷൻ സി, ചെങ്കുളം. സെക്കൻഡ് ജലവൈദ്യുത പദ്ധതി, ഇത് വന്ന ഓർഡർ ആണ്. സെക്കൻഡ് ജലവൈദ്യുത പദ്ധതി അതേതാ? അതിന്റെ ഉത്തരം ചെങ്കുളം. ഇനി ഫസ്റ്റ് ഡാം ഏതാ? ഫസ്റ്റ് ഡാം വന്നത് ഏതാ? ഫസ്റ്റ് ഡാം മുല്ലപ്പെരിയാർ ആണ്. ഫസ്റ്റ് ഡാം മുല്ലപ്പെരിയാർ. അപ്പൊ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി അത് പള്ളിവാസലും ആദ്യത്തെ ഡാം മുല്ലപ്പെരിയാറുമാണ്. ഇനി ഓർത്തിരിക്കേണ്ട കാര്യം, ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി, വലിയ ഡാമോ വലിയ ജലവൈദ്യുത പദ്ധതിയോ വലിയ ജലസംഭരണിയോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇടുക്കിയാണ്. ഇടുക്കി 780 മെഗാവാട്ട് ഉൽപാദന ശേഷിയുള്ള ഇടുക്കി. വലിയ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി അതിന്റെ പേര് ശബരിഗിരി എന്നാണ്. വലിയ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരിയാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ശരി, ക്ലിയർ ആക്കി വെച്ചോളുക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ഏറ്റവും പറഞ്ഞേക്കുന്ന ശരിയല്ലേ? ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ, രണ്ടാമത് ചെങ്കുളം വന്നു, ഏറ്റവും വലുത് ഇടുക്കിയാണ്, രണ്ടാമത് ശബരിഗിരിയാണ്. കപ്പാസിറ്റി അനുസരിച്ചിട്ട് ഫസ്റ്റ് ഡാം ഏതാന്ന് ചോദിച്ചാൽ മുല്ലപ്പെരിയാർ. ഫസ്റ്റ് കോൺക്രീറ്റ് ഡാം ഏതെന്ന് ചോദിച്ചാൽ മാട്ടുപ്പെട്ടി. ഫസ്റ്റ് കോൺക്രീറ്റ് ഡാം ഒക്കെ മാട്ടുപ്പെട്ടിയാണ്. അടുത്ത, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് എക്കൽ മണ്ണാണോ? അല്ല. ചെമ്മണ്ണാണോ? അല്ല. ലാറ്ററൈറ്റ് മണ്ണാണോ? അതെ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് മണ്ണാണ്. ഇടവിട്ട് ചൂടും തണുപ്പും അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ ഇടവിട്ട് മഴയും ചൂടും ഒക്കെ നല്ലപോലെ മഴയും കിട്ടുന്നു, നല്ലപോലെ ചൂടും കിട്ടുന്നു. ആ പ്രദേശങ്ങളിൽ ലീച്ചിങ് എന്ന് പറയുന്ന പ്രക്രിയ നല്ലപോലെ നടക്കും. അപ്പൊ ലാറ്ററൈറ്റ് ശിലയിൽ നിന്നും ലാറ്ററൈറ്റ് മണ്ണ് രൂപപ്പെടും. ആ ലീച്ചിങ് എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെ രൂപപ്പെട്ട് ലാറ്ററൈറ്റ് മണ്ണ് ഉണ്ടാവുന്നു. ഒത്തിരി ഫലപുഷ്ടിയുള്ളതല്ല, എന്നാലും കുറെ വളങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഫലപുഷ്ടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ശരി. എങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ ഏതാ? മണ്ണൊക്കെ ലാറ്ററൈറ്റ് മണ്ണാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില ഏതാന്ന് ചോദിച്ചാൽ ഉത്തരം കായാന്തരിത ശില. അതുകൂടെ ഒന്ന് പഠിച്ചു വെക്കുക. കായാന്തരിത ശില കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ്. റെഡ് ഡാറ്റ ബുക്കിൽ ശരിക്കും കുറെ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള സ്പീഷീസുകളാണ് എക്സ്റ്റെന്റ് എന്ന് പറയാൻ പറ്റത്തില്ല. റെഡ് ഡാറ്റ ബുക്കിൽ ഇടം പിടിക്കുക എന്ന് പറഞ്ഞാൽ വംശനാശ ഭീഷണി നേരിടുന്ന കുറെ സ്പീഷീസുകൾ അവരെയൊക്കെയാണ്. അപ്പൊ ഇവിടെ ശരിക്കും വളരെ വംശനാശ ഭീഷണിയൊക്കെ നേരിടുന്ന മലബാർ വെരുക് എന്നൊക്കെ പറഞ്ഞ കുറെ ആൾക്കാരുണ്ട്. മലബാർ സിവറ്റ് എന്നൊക്കെ പറഞ്ഞു വിളിക്കും. ഇതിനെ സ്പോട്ട് ചെയ്ത് കുറെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ ഡാറ്റ വന്നിട്ടുള്ളത്. നേരത്തെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ വീണ്ടും ചോദ്യം വന്നേക്ക്, അതുകൊണ്ടൊന്ന് പഠിച്ചു വെച്ചോളുക. റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് സുഹൃത്തുക്കളെ പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ് റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയെന്ന് പ്രത്യേകിച്ച് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഒന്ന് നോക്കി പഠിച്ചു വെച്ചോളുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിൽ ആകെയുള്ള ലോക്സഭാ സീറ്റുകൾ. കേരളത്തിലെ ആകെ ലോക്സഭാ സീറ്റ് എന്ന് പറഞ്ഞാൽ MP സീറ്റുകൾ അഥവാ പാർലമെന്റ് സീറ്റുകളാണ് ഉദ്ദേശിക്കുക. കേരളത്തിൽ നിന്ന് എത്ര MP-മാരെയാണ്, ലോക്സഭാ MP-മാരെയാണ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുക പാർലമെന്റിനകത്തുള്ളത്? ഉത്തരം 20 ആണ്. 20 ലോക്സഭാ മണ്ഡലങ്ങളാണ് നമുക്കുള്ളത്. ആകെ 20 ലോക്സഭാ മണ്ഡലങ്ങൾ നമുക്കുണ്ട്. വേറെയുള്ള ഓപ്ഷൻ പോലും നമ്മളെ ഒന്നും കൺഫ്യൂസ് ചെയ്യിക്കുന്നതല്ല. കേരളത്തിലെ രാജ്യസഭാ സീറ്റുകൾ എത്ര? ചോദ്യം വന്നിട്ടുണ്ട്. 9 രാജ്യസഭാ സീറ്റാണ്. ഓരോന്നും കാണിച്ചു തരാം. ഈ ടേബിളിന് നല്ല പ്രാധാന്യമുണ്ട്. പലപ്പോഴും ഞാൻ മാരത്തോണുകളിലും എപ്പോഴും പറയാറുള്ളതാണ്, ഒരു ചോദ്യം ഇവിടുന്ന് വരും, അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ കിട്ടണം. അതുകൊണ്ടാണ്. നിയമസഭാ മണ്ഡലങ്ങൾ. കേരളത്തിലെ MLA സീറ്റുകൾ എത്രയാണ്? 140. അതിൽ സംവരണ സീറ്റുകൾ, MLA സീറ്റുകളിലെ സംവരണ സീറ്റുകൾ എത്രയാണ്? 14.
ഇതിൽ സംവരണ സീറ്റുകൾ 14 എന്ന് പറഞ്ഞാൽ പട്ടികജാതിക്കുള്ള ഷെഡ്യൂൾഡ് കാസ്റ്റിനുള്ള സംവരണ സീറ്റാണ്. പട്ടിക വർഗ സംവരണ സീറ്റ് എത്ര എണ്ണമാണ്? 2 എണ്ണമാണ്. ഇതും MLA സീറ്റുകളാണ് ഉദ്ദേശിക്കുക. പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ 1 മാനന്തവാടിയും 1 സുൽത്താൻ ബത്തേരിയുമാണ്. ഇനി ലോക്സഭാ മണ്ഡലങ്ങൾ എത്ര? ഇപ്പൊ വന്ന ചോദ്യം 20. ഇത് MP സീറ്റാണ് ഉദ്ദേശിക്കുന്നത്. MP സീറ്റിലെ റിസർവേഷൻ സീറ്റ് എത്രയാണ്? അത് 2 എണ്ണമാണ്. പട്ടികവർഗ സംവരണം 1 ആലത്തൂരുമാണ്, മറ്റൊന്ന് മാവേലിക്കരയുമാണ്, ഓർത്തിരിക്കുക. നെക്സ്റ്റ് രാജ്യസഭാ മണ്ഡലങ്ങൾ അത് എത്ര എണ്ണം? 9 എണ്ണം, വിലപ്പെട്ടതാണ്. ഇനി താലൂക്കുകളുടെ എണ്ണം എത്രയാ? 78 ആണ്. റവന്യൂ വില്ലേജുകൾ പഠിക്കുന്നത് വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നതാണ്. 1600 കൂടുതൽ ഉണ്ടെന്ന് ഓർക്കുക. കോർപ്പറേഷനുകൾ 6 ആണ്. മുനിസിപ്പാലിറ്റികൾ 87. അപ്പൊ ഓർക്കുക, താലൂക്കുകൾ 78ഉം മുനിസിപ്പാലിറ്റികൾ 87ഉം ആണ്. ഇതൊക്കെ മുനിസിപ്പാലിറ്റികളുടെ എണ്ണവും പഞ്ചായത്തുകളുടെ എണ്ണം കൂട്ടാനുള്ള കുറച്ച് ഈ കരട് ബില്ലൊക്കെ വന്നിട്ടുണ്ട്. അത് ഫൈനൽ ആയിട്ടില്ല. ഫൈനൽ ആവുമ്പോഴത്തേനും നമ്മൾ എണ്ണം മാറ്റി പഠിക്കണം. തൽക്കാലം ഇങ്ങനെയാണ് ചോദ്യപേപ്പറിൽ വരാൻ ചാൻസ് ഉള്ളൂ. ജില്ലാ പഞ്ചായത്തുകൾ 14, ബ്ലോക്ക് പഞ്ചായത്തുകൾ 152 ചോദ്യം വരും. ഗ്രാമപഞ്ചായത്തുകൾ എപ്പോഴും ചോദിക്കുന്നതാണ്, 941 ക്വസ്റ്റ്യൻ വരും. റവന്യൂ ഡിവിഷനുകൾ 27. കന്റോൺമെന്റ് സൈനിക കേന്ദ്രം പ്രധാനമായിട്ട് പറയാം 1, അത് കണ്ണൂരാണ്. ഓക്കെ, ഇനി കേരളത്തിലെ ഗതാഗതത്തിൽ നിന്ന് മറ്റൊരു ചോദ്യം കൂടി വന്നിരുന്നു. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ട വർഷം. കേരളത്തിലെ ആദ്യമായിട്ട് ട്രെയിൻ ഓടിയ വർഷം 1861 ആണ്. ആ ട്രെയിൻ ഓടിയത് തിരൂർ ബേപ്പൂർ റൂട്ടിലാണ്. തിരൂർ ബേപ്പൂർ അല്ലെങ്കിൽ ബേപ്പൂർ തിരൂർ ആ റൂട്ടിലാണ് ആദ്യമായിട്ട് ട്രെയിൻ ഓടിയത്, ഓർത്തിരിക്കുക. ഓക്കെ, ഇന്ത്യയിലെ 1853 ആണ്. അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രെയിൻ ഓടിയതാണ്. അത് മുംബൈ തൊട്ട് താനെ വരെയാണ്. അതും പഠിച്ചു വെച്ചോളുക. വേണം ഇന്ത്യൻ ജോഗ്രഫിന്ന്, ഗതാഗതത്തിൽ നിന്ന് അങ്ങനെ ചോദ്യം വേണമെങ്കിൽ വരാം. സെക്കൻഡ് ഫേസിലെ ചോദ്യങ്ങളിലേക്ക് നമുക്ക് പെട്ടെന്ന് പോവാം. ചോദ്യം 1, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളമുള്ള കായൽ, ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള കായൽ, ഉത്തരം വേമ്പനാട് കായലാണ്. വേമ്പനാട് കായൽ നീളമുള്ളതാണ്. വേമ്പനാട് കായലിലെ കുറച്ച് ദ്വീപുകളേക്ക് ഒന്ന് ഓർത്ത് വെച്ചോണം. പാതിരാമണല്, പിന്നെ വൈപ്പിൻ, കടമക്കുടി ഇങ്ങനെയുള്ള ദ്വീപുകളൊക്കെ ഇവിടെ കാണപ്പെടുന്നതാണ്. കടമക്കുടിയൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ ഇത് കാണപ്പെടുന്ന ഏതൊക്കെ ജില്ലകളിലാണെന്ന് ചോദിച്ചാൽ 1 എറണാകുളം ജില്ലയിൽ വ്യാപകമായിട്ടുണ്ട്, ആലപ്പുഴ ജില്ലയിലുണ്ട്, കോട്ടയം ജില്ലയിലുണ്ട്. 3 ജില്ലയിലായിട്ടാണ് വേമ്പനാട് കായൽ കാണപ്പെടുക. ഏറ്റവും വലിയ കായൽ വേമ്പനാട് കായൽ, വലിപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള കായൽ അഷ്ടമുടി കായലാണ്. ശുദ്ധജല തടാകങ്ങളിൽ ഏറ്റവും വലുത് ശാസ്താംകോട്ടയും, ശുദ്ധജല തടാകങ്ങളിൽ 2ാം സ്ഥാനത്ത് പറയാൻ പറ്റുക അത് വെള്ളായണി കായലുമാണ്. അപ്പോ നോർമൽ കായലിൽ വലുത് വേമ്പനാട്, 2ാം സ്ഥാനത്ത് അഷ്ടമുടി, ശുദ്ധജലത്തിൽ വലുത് ശാസ്താംകോട്ട, ശുദ്ധജലത്തിൽ 2ാമത് വെള്ളായണി, തിരുവനന്തപുരം ഭാഗത്തുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം ഏതാണ്? ചിത്രശലഭം പാപ്പിലോ ബുദ്ധ എന്നറിയപ്പെടുന്ന ബുദ്ധ മയൂരിയാകുന്നു. ബാക്കിയൊന്നും സംസ്ഥാന ചിത്രശലഭമല്ല. നിങ്ങൾക്കറിയാൻ, കേട്ട് പരിചയമുള്ളതാ. ഓർക്കുക, സംസ്ഥാന പുഷ്പമേത? നമ്മൾ പറയും കണിക്കൊന്നയാണ് സംസ്ഥാന പുഷ്പം. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർത്തോണം. വൃക്ഷമേത? തെങ്ങാണ് കേരളത്തിന്റെ ഔദ്യോഗിക സംസ്ഥാന വൃക്ഷം. പക്ഷി ഏതാ? മലമുഴക്കി വേഴാമ്പലാണ്. ഉറപ്പിക്കാം, മലമുഴക്കി വേഴാമ്പൽ. നമ്മുടെ ഔദ്യോഗിക മൃഗമേത? ആനയാണ്. ഇന്ത്യയുടെ പൈതൃക മൃഗമേത? അതും ആനയാണ്. ഔദ്യോഗിക മത്സ്യമേത? കരിമീനാണ്. ഔദ്യോഗിക മത്സ്യം കരിമീനാണ്. പാനീയം? ഇളനീരാണ്, കള്ളല്ല. ഇളനീർ. ഫലമേത? ഔദ്യോഗിക ഫലം ചക്കയാണ്. ഔദ്യോഗിക ഫലം ചക്ക. 2018 ശേഷം ചക്കയാണ് നമ്മുടെ ഔദ്യോഗിക ഫലം. ചിത്രശലഭം ഏതാ? ബുദ്ധമയൂരി. അപ്പൊ ഈ ചോദ്യം വന്നത് ഇവിടെ നിന്നാണ്. ബുദ്ധമയൂരി. ഔദ്യോഗിക സംഭവങ്ങൾ ഏതൊക്കെയാണ്? അതിന്റെ അതൊരു ചോദ്യം. ബുദ്ധമയൂരി, ഔദ്യോഗിക ചിത്രശലഭം. വേറെയും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, കാണിച്ചു തരാം. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി 3 പേരുണ്ട്. അതിൽ ആരെ ഇവിടെ തന്നേക്കുന്നത്? കബനിയാണ് തന്നേക്കുന്നത്. ആൻസർ പിക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. കബനി. റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം ഏത്? സിമ്പിൾ ചോദ്യമാണ്. 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ നമുക്ക് വെങ്കലമാണ് ലഭിച്ചത്. അതിനകത്ത് ഉണ്ടായിരുന്ന മലയാളി താരം PR ശ്രീജേഷ് ആണ്. PR ശ്രീജേഷ് വിരമിച്ചു. 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ ആരായിരുന്നു ക്യാപ്റ്റൻ? ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ. ഈ വെങ്കല മെഡൽ നേടിയ ടീമിന്റെ ക്യാപ്റ്റൻ ആരാന്ന് ചോദിക്കാം. ഫസ്റ്റ് ഓപ്ഷൻ PSC ചോദിച്ചിരുന്നു, ഇനിയും ചോദിക്കും. ഫസ്റ്റ് ഓപ്ഷൻ PR ശ്രീജേഷ് തരും. പക്ഷെ PR ശ്രീജേഷ് അല്ല, ഹർമൻപ്രീത് സിംഗ് ആണ്. നിലവിലെ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് ആണ്. ഫസ്റ്റ് ഓപ്ഷൻ PR ശ്രീജേഷ് തരും, പക്ഷെ അല്ല, ഹർമൻപ്രീത് സിംഗ് ആണ്.
HS പ്രണോയ്, ഇതും ഒരു മലയാളിയാണ്. HS പ്രണോയ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? HS പ്രണോയ് പ്രധാനമായിട്ടും പഠിച്ചു വെച്ചുള്ള ബാഡ്മിന്റൺ താരമാണ്. HS പ്രണോയ് ബാഡ്മിന്റൺ താരമാണ്. ചുമ്മാ ഓർത്ത് വെച്ചോളൂ, എല്ലാവരും പറയുന്നില്ല. PR ശ്രീജേഷ് വളരെ പ്രാധാന്യമുള്ള പേരാണ്. PR ശ്രീജേഷിന് കൊടുത്തിരിക്കുന്ന ബഹുമതികൾ ഈയിടെ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരില്ല, അടുത്ത എക്സാമിനൊക്കെ വന്നിരിക്കുന്ന പത്മശ്രീകൾ നിങ്ങൾക്ക് നോക്കണം, പത്മഭൂഷൺ ഇതൊക്കെ നിങ്ങൾ നോക്കണം, ആർക്കൊക്കെ കിട്ടി ചോദ്യങ്ങൾ വരും. ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗമേത്? ദേശീയോദ്യാനത്തിന്റെ ധ്യായൊന്നും ഇതല്ല. ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗമേത്? അതുകൊണ്ട് ചോദ്യം ക്യാൻസൽ ആവും, അങ്ങനെ ഒന്നുമില്ല. ഇരവികുളം വരയാടിനെ ഓർക്കുക, ഇരവികുളം വരയാട്. ഓക്കെ, നമുക്ക് പ്രശ്നമുള്ള ഒരു ഓപ്ഷൻ പോലും ഇവിടെ ഇല്ല. ഇനി സൈലന്റ് വാലി ദേശീയോദ്യാനമാണെങ്കിൽ ആരെ പറയണം? സൈലന്റ് വാലി ആണെങ്കിൽ അവിടെ ഉറപ്പിച്ചു പറയേണ്ടത് സിംഹവാലൻ കുരങ്ങിനെയാണ്. അവിടെ മാത്രമേ സിംഹവാലൻ കുരങ്ങ് ഉള്ളൂ എന്നല്ല, സിംഹവാലൻ കുരങ്ങുകളുടെ മേജർ പോപ്പുലേഷനും കാണപ്പെടുന്നത് സൈലന്റ് വാലിയിലാണ് അർത്ഥം. വരയാടും കൂടുതലായി കാണപ്പെടുന്നത് ഇരവികുളം ദേശീയോദ്യാനത്തിലാണ്. ഏത് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക മൃഗമാണ് വരയാടെന്ന് ചോദിച്ചാൽ തമിഴ്നാടിന്റെയാണ്. ഏത് സംസ്ഥാനമാണ് പ്രൊജക്ട് നീലഗിരി താർ ലോഞ്ച് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ട്, അതും തമിഴ്നാടാണ്. തമിഴ്നാട് ശരിയായിട്ടുള്ള ഉത്തരം. 2 ഫേസുകൾ നമ്മൾ കവർ ചെയ്തു. മൂന്നാമത്തെ ഫേസ്, തേർഡ് ഫേസിലെ ചോദ്യങ്ങൾ സിമ്പിൾ ചോദ്യങ്ങൾ ആയതുകൊണ്ടും നിങ്ങൾ പഠിക്കാൻ ഇപ്പോ എന്താ പറയാ ഒന്ന് റിവൈസ് ചെയ്യുന്ന സമയമായതുകൊണ്ടും ഞാൻ ഒത്തിരി ഓരോ ചോദ്യം എടുത്ത് സ്ട്രെസ് ചെയ്തിട്ട് പതിയെ 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 പറഞ്ഞു പോകുന്നില്ല. സ്പീഡിൽ നമുക്കൊന്ന് പെട്ടെന്ന് ചടപട ഒന്ന് കവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. തേർഡ് ഫേസിലെ ചോദ്യങ്ങൾ, വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. രണ്ടാമത് ചോദിച്ചിരിക്കുന്നു ഈ ചോദ്യം, ഇതിനു മുമ്പ് ഒരു തവണ വന്നതാണ്. നെയ്യാറ്റിങ്കര താലൂക്കാണ്, ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നെയ്യാറ്റിങ്കര താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം. പ്രത്യേകതകൾ ഒന്ന് പറയാണ്, കേൾക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ഒരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടാണ്. ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള അല്ലെങ്കിൽ ഈ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് എന്ന് പറഞ്ഞാല് ഇന്ത്യയിലേക്ക് മാത്രം ചരക്ക് ഇറക്കാനോ ഇന്ത്യയിൽ നിന്ന് മാത്രം ചരക്ക് കയറ്റാനോ ഉള്ള പോർട്ടല്ല. ട്രാൻസ്ഷിപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ വിഴിഞ്ഞത്തിന്റെ ലൊക്കേഷൻ ഒന്ന് ആലോചിക്കുക. ഇവിടെയാണ് വിഴിഞ്ഞത്തിന്റെ ലൊക്കേഷൻ എങ്കിൽ ഇങ്ങോട്ടേക്കും ഒക്കെ കൊണ്ടുവന്ന് ചരക്കുകൾ ഇവിടെ കൊണ്ടുവന്ന് ഒരു വലിയ കപ്പലിൽ ഇറക്കും. നല്ല ആഴമുള്ള തുറമുഖമാണ്. അപ്പൊ ഇവിടെ കൊണ്ടുപോയി വലിയ കപ്പലിന് അടുക്കാൻ പറ്റും, ഇറക്കും. എന്നിട്ട് പിന്നെ ചെറിയ കപ്പലിൽ ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റും. ഇങ്ങനെ ട്രാൻസ്ഷിപ്മെന്റ് ഒക്കെ നടത്താൻ പറ്റുന്ന ഒരു തുറമുഖമാണ്, ആഴക്കടൽ തുറമുഖമാണ്. ഓർക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടെന്ന് വിളിക്കാൻ പറ്റുന്നതാണ് ശരിക്കും നമ്മുടെ വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ മേൽനോട്ടം അദാനിക്കാണ്. മേജർ ഷെയറും കേരള സർക്കാരിന്റെ കീഴിലാണ്. കേരള സർക്കാരാണ് മേജർ ഫണ്ടിങ് ഉള്ളത്. അദാനിക്ക് മേൽനോട്ടം ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്, ഓർത്തിരിക്കുക. ഇനി 100ാമത്തെ ഷിപ്പൊക്കെ വന്നായിരുന്നു, അതൊക്കെ ഏതൊക്കെയാണെന്നൊക്കെ അറിഞ്ഞിരുന്നാൽ നല്ലതാണ്. ഇടയ്ക്ക് ആ ഭാഗമൊക്കെ കറണ്ട് അഫയേഴ്സ് ഒക്കെ ഒന്ന് ഓടിച്ചു നോക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ശരി, അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞേ ഉള്ളൂ, കരിമീനാണ് കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം. ഓക്കെ, ഔദ്യോഗികമായിട്ടുള്ള ബാക്കി 2 പേര് ചോദിച്ചിട്ട് ബാക്കിയുള്ള വേറെ ആരെങ്കിലും ഒക്കെ ചോദിക്കാം, ഫലമായിരിക്കാം. ഏതെങ്കിലും ക്വസ്റ്റ്യൻ അടുത്ത 4ാമത്തെ സ്റ്റേജിൽ വന്നേക്കാം. നെക്സ്റ്റ്, കേരളത്തിലെ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര? നമ്മൾ പറഞ്ഞായിരുന്നു ലോക്സഭാ സീറ്റ് ചോദിച്ചു 20, അടുത്തത് രാജ്യസഭാ സീറ്റും ചോദിച്ചിരിക്കുന്നു 9. കേരളത്തിലെ നിലവിലെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 9 ആണ്. 9. ഏതെങ്കിലും മന്ത്രിമാരും വകുപ്പുകളും ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഏതെങ്കിലും വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയെ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രിയെ ചോദിച്ചിരിക്കുന്നത് K കൃഷ്ണൻകുട്ടിയാണ്. റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്നത് ജലവകുപ്പല്ലേ, ജലവിഭവ വകുപ്പ് അല്ലെ, ജലവിഭവ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതാണ് റോഷി അഗസ്റ്റിൻ. പി രാജീവ് വ്യവസായം നിയമം ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതാണ്. പി പ്രസാദ് കൃഷി കൈകാര്യം ചെയ്യുന്നതാണ്. പിന്നെ ഭക്ഷ്യസുരക്ഷ, GRL, അങ്ങനെ എല്ലാവരെയും ഒന്ന് പഠിച്ചു വെക്കുക. മന്ത്രിമാരെ പഠിച്ചു വെക്കണം, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ്, കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര? കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം, പടിഞ്ഞാറോട്ടുള്ളത് ചോദിച്ചു, കിഴക്കോട്ട് ഒഴുകുന്ന ഒരു നദിയെ ചോദിച്ചു. അടുത്ത ചോദിച്ചേക്കുന്ന ഏതാ? കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര? അപ്പൊ നദിയായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഷുവറാ. എങ്ങനെയാണെങ്കിലും നദിയായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഷുവറാണ്. അത് ചിലപ്പോൾ ഇങ്ങനെ വളരെ എളുപ്പമുള്ള ചോദ്യം ചോദിക്കും, ചിലപ്പോൾ അല്ല നദിയുടെ നീളം, ഉത്ഭവം ഒക്കെ ആയിരിക്കും ഇനി ചോദിക്കുക. ഇന്ന സ്ഥലത്ത് നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത്, അങ്ങനെ കൂട്ടത്തിൽ പെടാത്ത നദി ഏത്, അങ്ങനെയൊക്കെ ചോദിക്കാം. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 3, പടിഞ്ഞാറോട്ട് 41, ആകെ 44. 3ാമത്തെ ഫേസിലെ അവസാനത്തെ കേരള ജോഗ്രഫിയിലെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ ജലസേവന പദ്ധതി, സേവനമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, സേചന പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലടയാണ്. കല്ലട കൊല്ലം ജില്ലയാണ്. ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട, കൊല്ലം. ഫസ്റ്റ് ജലസേചന പദ്ധതി, ആദ്യമായിട്ട് വന്ന ജലസേചന പദ്ധതി, ആദ്യത്തെ കേരളത്തിലെ ജലസേചന പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ സുഹൃത്തുക്കളെ അതിന്റെ ഉത്തരമാണ് പീച്ചി.
PG ആദ്യത്തെ ജലസേചന പദ്ധതിയും ഏറ്റവും വലുത് കല്ലടയുമാണ്. അങ്ങനെ മനസ്സിലാക്കിയിരിക്കുക. വലിയ വെല്ലുവിളികളില്ല, ഏറ്റവും സിമ്പിൾ കാര്യങ്ങളൊക്കെയാണ്. ഒരു മാർക്ക് പോലും നമുക്ക് ഒഴിവാക്കാനോ അല്ലെങ്കിൽ ഒരു മാർക്ക് പോലും സ്കിപ്പ് ചെയ്യാനുള്ളത് പോലും അങ്ങനെ പോലും ചിന്തിക്കേണ്ട കേസില്ല. എല്ലാം നമുക്കറിയാവുന്ന ഉത്തരങ്ങൾ. അപ്പൊ നല്ലപോലെ ഒന്ന് റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്തിട്ട് എക്സാമിനെ ഫേസ് ചെയ്യൂ. എല്ലാം നല്ലതുപോലെ സംഭവിക്കട്ടെ. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.